ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാരവം രാജ്യത്താകമാനം മലയടിക്കുന്നതിനിടെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ മറ്റൊരു യുദ്ധവിജയത്തിന്റെ വജ്ര ജൂബിലി ആഘോഷ നിറവിലാണ് ഇന്ത്യൻ കരസേന. മുജാഹിദിനുകളുമായി ചേർന്ന് ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കാനുള്ള പാകിസ്ഥാന്റെ ദുഷ്ട പദ്ധതിയാണ് 1965 യുദ്ധത്തിൽ കരസേന പരാജയപ്പെടുത്തിയത്. 1965 യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധവീരന്മാർ പ്രതിരോധ മന്ത്രാലയത്തിൽ ഒത്തുകൂടി തങ്ങളുടെ യുദ്ധസ്മരണകൾ പങ്കുവച്ചു. 1965 ഓഗസ്റ്റിൽ അധിനിവേശ കാശ്മീരിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സൈനികരെയും മുജാഹിദിനുകളെയും ഇന്ത്യൻ സൈന്യം തുരത്തിയിരുന്നു. സെപ്റ്റംബർ 1 ആരംഭിച്ച പൂർണ്ണ യുദ്ധത്തിൽ സിയാൽകോട്ടിന്റെ ഒരു ഭാഗം പിടിച്ച ഇന്ത്യൻ സേന ലാഹോറിന്റെ തൊട്ടടുത്ത് വരെ എത്തി. സെപ്റ്റംബർ 8, 9 തീയതികളിൽ നടന്ന ഐതിഹാസികമായ അസൽ ഉത്തർ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ 90-ലധികം ടാങ്കുകളാണ് തകർത്തതെന്ന് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന കേണൽ ബെൻസിലാൽ ഓർക്കുന്നു. We caused lot of casualty to them, and that is the area where you see they lost about 94 tanks in that area. യുദ്ധത്തിന്റെ അഭിമാന നിമിഷങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുമ്പോൾ കരസേനയിൽ നിലവിൽ ബ്രിഗേഡിയറായ മകൻ വികാസ് ലാൽ ഒപ്പമുണ്ടായിരുന്നു. ബ്രിഗേഡിയർ വികാസ് ലാലിന്റെ മുത്തച്ഛനും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ ശ്രീനഗറിലെ ബക്ഷി സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിച്ചപ്പോൾ നൂറുകണക്കിന് കശ്മീരികളാണ് അത് കാണാനെത്തിയതെന്ന് ബ്രിഗേഡിയർ വികാസ് ലാൽ പറഞ്ഞു. What all ammunition and other things were captured were then taken to the Bakshi Stadium in Srinagar. They were displayed. The entire population of Srinagar, they came down there, they saw it, and that's where the confidence came. Yes, the Indian army is there. പ്രതിരോധ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന സൗത്ത് ബ്ലോക്കിൽ ഒത്തുകൂടിയ മുൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് 1965 യുദ്ധവിജയത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ഒട്ടേറെയുണ്ട്. രാജ്യത്തിനു വേണ്ടി യുവാക്കൾ സൈന്യത്തിന്റെ ഭാഗമാകണമെന്നാണ് യുദ്ധവീരന്മാരുടെ അഭിപ്രായം. Be brave, be bold, be advanced, come forward, join the armed forces and look after your country. Don't listen to people who this short, that short. Don't listen to them. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.